ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇത് ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തെ ഓർത്ത് വണങ്ങി ആരാധിച്ച് ഈശോയുടെ തിരുരക്തത്തിൻ്റെ കഴുകൽ ലഭിക്കാൻ, ഈശോയുടെ തിരുരക്തത്തിൻ്റെലൂടെ പാപമോചനം ലഭിക്കാൻ തിരുരക്തത്തിനെ ധ്യാനിച്ചുകൊണ്ടുള്ള ദിവസങ്ങളാണ് ഇത്. ഇന്ന് നമ്മൾ ഫ്രാൻസിസ്ക മരിയ എന്ന് പറയുന്ന ഒരു കർമ്മലീത്ത കന്യാസ്ത്രീക്ക് ഈശോ പറഞ്ഞുകൊടുത്ത ഒരു വെളിപ്പെടുത്തൽ നമുക്ക് കേൾക്കാം. ഈശോയുടെ തിരുരക്തമല്ലാതെ നമ്മെയും ലോകം മുഴുവനെയും മരിച്ചുപോയവരെയും രക്ഷിക്കാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല എന്ന് പല സന്ദേശങ്ങളിലൂടെയും പല ദർശനങ്ങളിലൂടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ എപ്പോഴും വന്ന് ചോദിക്കുന്നത് ഈശോയുടെ തിരുരക്തമാണ്. ഈശോയുടെ തിരുരക്തമാണ് പിതാവായ ദൈവത്തിന് നമ്മൾ കാഴ്ചവെക്കുന്നത് പാപപരിഹാരമായിട്ട്. ഈശോയുടെ തിരുരക്തത്തെ ഓർത്ത് ധ്യാനിച്ച് ഓരോ നിമിഷവും നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചാൽ അതത്രേ ഈ ലോകത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഭക്തി എന്നാണ് പറയുന്നത്. ഫ്രാൻസിസ്ക മരിയ എന്ന കർമ്മലീത്ത കന്യാസ്ത്രീക്ക് ഈശോ ഒരു ദിവസം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: പാപികൾക്ക് വേണ്ടി എൻ്റെ വിലയേറിയ തിരുരക്തം തേടുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കരുത്. എൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി പോലും നഷ്ടമാകാൻ അനുവദിക്കരുത്. ലോകം വിശന്നു വലയും. വാസ്തവത്തിൽ അത് ഇപ്പോഴേ പട്ടിണിയോടടുത്തിരിക്കുകയാണ്. എൻ്റെ സ്നേഹത്തിൻ്റെ ഭക്ഷണം അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ വിലയേറിയ തിരുരക്തത്താൽ രക്ഷിക്കപ്പെടാൻ അത് വിസമ്മതിക്കുന്നു എന്ന് വരികിൽ അത് ദാഹിച്ചു മരിച്ചു പോകും. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. പാപികൾക്കും അവിശ്വാസികൾക്കും മന്നോഷ്ണർക്കും ഹൃദയം കഠിനമായവർക്കും എൻ്റെ സ്നേഹം സ്വീകരിക്കുകയില്ലാത്ത എല്ലാവർക്കും വേണ്ടി എൻ്റെ വിലയേറിയ തിരുരക്തം തേടുന്നതിൽ നിന്ന് ഒരിക്കലും നീ വിരമിക്കരുത്. കൃപയ്ക്കും കാരുണ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗം ഒക്കെയോടും ചേർന്ന് നിൽക്കുക. എൻ്റെ ഹൃദയാഗ്നി സമസ്ത ലോകത്തെയും ആവരണം ചെയ്ത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും സമുദ്രത്തിലേക്ക് അതിനെ ആഴ്ത്തും. അതുകൊണ്ട് നിങ്ങളുടെ അവഗണന മൂലം ആരും നഷ്ടപ്പെടാതിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, അന്ത്യകാലത്തേക്ക് വേണ്ടി ഒരുങ്ങണ്ടേ? എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടുന്ന ഈശോയുടെ തിരുരക്തം ലോകം മുഴുവനുമുള്ള പാപികളിലേക്കും ലോകം മുഴുവനുമുള്ള അവിശ്വാസികളിലേക്കും ഒഴുകിയിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ പറയുന്നത്. ഒരുങ്ങേണ്ട സമയമാണിത്. ഈശോ പറയുന്നു, ഒരാത്മാവ് പോലും നഷ്ടപ്പെടാൻ എനിക്കിഷ്ടമല്ല. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുരക്തം ലോകം മുഴുവനിലേക്കും ഒഴുക്കാൻ. ഇനി കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവർ നോർത്ത് ഇന്ത്യയിലല്ലേ, അതങ്ങനെ പോട്ടെ. അമേരിക്കയിലല്ലേ, അതവിടെയല്ലേ. അങ്ങനെ പറഞ്ഞൊഴിയാൻ പാടില്ല. ലോകം മുഴുവൻ ഈശോയുടെ പൊന്നുമക്കളാണ് പിശാചിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയെങ്കിലും ഒരു ആത്മാവ് നഷ്ടമായാൽ അത് നമ്മളോട് കണക്ക് ചോദിക്കും. ഈശോ ഈ കന്യാസ്ത്രീയോട് അതാ പറഞ്ഞത്, നിങ്ങളുടെ അവഗണന മൂലം ആരും നഷ്ടപ്പെടാതിരിക്കട്ടെ. നമുക്ക് ഈശോയുടെ 28,430 തുള്ളി രക്തത്തെ ഓർക്കാം. ഈശോയുടെ തിരുരക്തത്തെ വിളിച്ചുള്ള പ്രാർത്ഥനകൾ ചൊല്ലാം. ഓരോ നിമിഷവും ഈശോയുടെ പാടുപീടുകൾ ഓർത്ത് കുരിശിൽ കിടന്ന് ഈശോയുടെ ഹൃദയം കുത്തിപ്പിളർക്കുന്നതും കുത്തി തുറക്കപ്പെടുന്നതും അതിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും മനസ്സിൽ ധ്യാനിക്കാം. ഒരു തുള്ളി പോലും നഷ്ടമാക്കാതെ കർത്താവേ, നിൻ്റെ ഓരോ തുള്ളി രക്തവും
ഓരോ പാപികളിലേക്ക്, അവിശ്വാസികളിലേക്ക്, ദൈവനിന്ദകരിലേക്ക്, ചതിക്കുന്നവരിലേക്ക്, വഞ്ചിക്കുന്നവരിലേക്ക്, അനുസരണയില്ലാത്തവരിലേക്ക് ഒഴുക്കി ഇറക്കണമേ. അവരെയെല്ലാം നിൻ്റേതാക്കി നേടിയെടുക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്ത് ജീവനുള്ള ഏതെല്ലാം ഭൂഖണ്ഡങ്ങളുണ്ടോ അവിടെയെല്ലാം ഈശോയുടെ തിരുരക്തം ഒഴുകട്ടെ. ഈ സാത്താൻ ആരാധന കേന്ദ്രങ്ങളിലേക്ക് തിരുരക്തം ഒഴുകട്ടെ. തെറ്റായ ബോധ്യങ്ങൾ നൽകി കുർബാനയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരിലേക്ക് തിരുരക്തം ഒഴുകട്ടെ. എല്ലാവരിലേക്കും തിരുരക്തം ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രിയ കൂട്ടുകാരെ, അവസാന കാലത്തേക്കുള്ള ഒരുക്കം ഇങ്ങനെയാണ് വേണ്ടത്. പരിശുദ്ധ കുർബാനയുടെ ഒരു നിധി, തിരുരക്തത്തിൻ്റെ ഒരു കടൽ നമ്മൾ കരുതി വയ്ക്കണം ലോകം മുഴുവനും വേണ്ടി. നമ്മുടെ ഭാഗത്തു നിന്നൊരു അവഗണന ഉണ്ടാകാൻ പാടില്ല. ഈശോയുടെ തിരുരക്തമേ, കോട്ട കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുരക്തത്തിനെ ഓർത്തുള്ള ഒരു ചെറിയ മിറാക്കിൾ പ്രയർ പറയാം. ആബാ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ നയിക്കണമേ. ഇത് ഒരു മിറക്കിൾ സുഹൃതജപ പ്രയറാണ്. പക്ഷേ നമുക്ക് എളുപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം. ഇതിൽ പറയുന്നത് 3 പരിശുദ്ധ തൃത്വത്തെ, 3 പിതാ പുത്ര പവിത്രാത്മനെ വിളിച്ചിട്ടുള്ള ഹോളി ട്രിനിറ്റിയെ വിളിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് മിറാക്കിൾ പ്രയർ എന്ന് പറയുന്നത്. ആബാ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ നയിക്കണമേ. ഈ പ്രാർത്ഥന പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അത് ധ്യാനിച്ച് ചൊല്ലാനായിട്ട് എളുപ്പമാണ്. പിന്നെയും ഉണ്ട് ചെറിയ പ്രാർത്ഥന. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണമേ. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഇതൊക്കെ ഈശോയുടെ തിരുരക്തത്തെ വിളിച്ചുള്ള സുഹൃതജപ പ്രാർത്ഥനകളാണ്. ഇനി കുത്തിയിരുന്ന് ജപമാല ചൊല്ലാൻ നേരമില്ലാത്തത് കൊണ്ട് നമുക്ക് തിരുരക്തത്തിൻ്റെ ഈ പ്രാർത്ഥനകൾ ചൊല്ലി ലോകം മുഴുവനിലേക്കും ഈശോയുടെ തിരുരക്തം എത്തിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ പരിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ ലോകം മുഴുവനിലേക്കും ഈ ഒഴുകുന്ന തിരുരക്തം ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. പദ്ധതി വിജയം പ്രാപിക്കേണ്ടത് കർത്താവിൻ്റെ ഡ്യൂട്ടിയാണ്. അത് കർത്താവ് വിജയിപ്പിച്ചോളും. നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഒരിക്കൽ കാറ്റാലീനയ്ക്ക് പരിശുദ്ധ കുർബാനയിലൊരു ദർശനം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അമ്മൂമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ സ്ഥാപന വചനങ്ങൾ പറയുന്ന സമയത്ത്, ഈശോയുടെ മരണം നടക്കുന്ന സമയത്ത് ആ അമ്മൂമ്മ ധ്യാനിച്ചിട്ട്, ഈശോയെ, നിൻ്റെ തിരുരക്തം ഇപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ലോകം വേണ്ടി പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പിതാവായ ദൈവം അത് ബലി സ്വീകരിക്കാൻ ഇറങ്ങി വരുന്ന സമയമാണല്ലോ. പിതാവേ, ഈശോയുടെ തിരുരക്തം ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പാപങ്ങൾക്ക്, എൻ്റെ ഭർത്താവിൻ്റെ പാപങ്ങൾക്ക്, ഞങ്ങളുടെ തലമുറയ്ക്ക്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ അമ്മയ്ക്ക് ഓർമ്മ വന്നു, തൊട്ടപ്പുറത്ത് അവരുടെ അയൽവക്കക്കാർ ഒരു മകൻ അടുത്ത് തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, ജോണി എന്ന പേരിലൊരു മകൻ. ആ അമ്മൂമ്മ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കാറ്റാലിന കാണുന്ന കാഴ്ച, ഈ ജോണി എന്ന് പറയുന്ന മകൻ അതിൻ്റെ മകളുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കുർബാനയിൽ. ഈ മകള് ഡാഡിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആത്മാവ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഈ മകൾ ഓർക്കുന്നു പോലുമില്ല. സ്ഥാപന വചനങ്ങൾ പറയുമ്പോൾ ഈ മകൾ എന്തൊക്കെയോ ചുരിദാറിൻ്റെ കാര്യങ്ങളാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷണ്ണനായിട്ട് ഈ ആത്മാവ് സങ്കടപ്പെട്ട് നിൽക്കുക. എന്താണെന്നോ,
ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ അവർക്ക് ഈ തിരുരക്തത്തിൻ്റെ സംരക്ഷണം കിട്ടുള്ളൂ. ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടാകണം. അല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കൾ കുർബാനയിൽ ഇറങ്ങി വരും. ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിൽ അവർ വന്നതുപോലെ തന്നെ കരഞ്ഞ് തിരിച്ചു പോകും. ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടാകണം. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിക്കുക, ദൈവമേ, ഇതുവരെ പ്രാർത്ഥന ലഭിക്കാത്ത ശുദ്ധീകരാത്മാക്കൾക്ക് ഈ തിരുരക്തത്തിൻ്റെ കഴുകൾ കൊടുക്കണമേ എന്ന് പറയുമ്പോൾ അവർക്കത് വലിയ ആശ്വാസമായിരിക്കും. അപ്പോൾ ഈ ജോണി ഇങ്ങനെ നോക്കിയിരുന്നു. മകൾ പ്രാർത്ഥിച്ചില്ല. കുർബാന കഴിയാൻ പോകുകയാണ്, സ്ഥാപന വചനങ്ങൾ കഴിയാൻ പോകുകയാണ്. ആ ആത്മാവ് വിഷമിച്ചിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ആ അമ്മച്ചി പ്രാർത്ഥിച്ച് പറഞ്ഞു, ദൈവമേ, പിതാവേ, എൻ്റെ അയൽവക്കത്ത് നിന്ന് മരിച്ചു പോയിട്ടുള്ള ജോണിയുടെ മേലും നിൻ്റെ തിരുരക്തം, ഈ തിരുരക്തം നീ സ്വീകരിക്കണമേ, അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് എന്ന് പറഞ്ഞ ഉടനെ കറ്റാലിനെ കാണുകയാണ്. ഈശോയുടെ തിരുരക്തം തുള്ളിയായിട്ട് ഈ ജോണിയുടെ മേൽ ഒഴുക്കുന്നു. ജോണി സന്തോഷത്തോടുകൂടെ കൈ കൂപ്പിക്കൊണ്ട് ഈ അമ്മമ്മയ്ക്ക് നന്ദി പറഞ്ഞ്, അമ്മമ്മ കാണുന്നില്ല, നന്ദി പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച. പ്രിയ സഹോദരങ്ങളെ, കുർബാനയിൽ ശുദ്ധീകരാത്മാക്കൾ ഇറങ്ങി വരുന്നത് എന്തിനാണ്? ഈശോയുടെ തിരുരക്തം അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കാൻ. നമ്മുടെ വീടുകളിലോ നമുക്കോ ശുദ്ധീകരാത്മാക്കൾ പല പല സിഗ്നലുകൾ തന്ന് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത് എന്തിനാണ്? നമ്മൾ പോകുന്ന പരിശുദ്ധ കുർബാനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പല ദർശനങ്ങളുടെയും കർത്താവ് പല വിശുദ്ധർക്കും സന്ദേശം കൊടുക്കുന്നുണ്ട്. ഈ പാപികൾക്ക് വേണ്ടി നീ 3 മണിക്കൂർ സഹിക്കുമോ? ഇന്ന പാപിക്ക് വേണ്ടി, ഇന്ന ദേശത്തിന് വേണ്ടി നീ 3 മണിക്കൂർ സഹിക്കുമോ? മദർ മിരിയാനോട് ചോദിച്ചില്ലേ 500 വർഷങ്ങൾക്ക് മുമ്പ്, 400 വർഷം കഴിയുമ്പോൾ ലോകത്തുണ്ടാകുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നീ ഇവിടെ ജീവിക്കുമോ? ഈശോ പാപത്തിന് പരിഹാരമായിട്ടാണ് ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈശോ ചോദിക്കുന്നത്? മനുഷ്യൻ്റെ പ്രയത്നം വേണം മനുഷ്യർ രക്ഷപ്പെടണമെങ്കിൽ. അല്ലാതെ വെറുതെ നിന്നിട്ട് അങ്ങനെ ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്, എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. മനുഷ്യൻ്റെ സഹനം വേണം, മനുഷ്യൻ്റെ പ്രയത്നം വേണം. അപ്പോൾ നമുക്ക് ഇത് ഓർക്കാം. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ലോകം നശിക്കും. നമ്മൾ ഉദാസീനതരായിരുന്നാൽ ലോകം നശിച്ചു പോകും. പട്ടിണി കൊണ്ട് മരിക്കുമെന്നാ പറയുന്നത്. ഈശോയുടെ സ്നേഹം കിട്ടാത്ത പട്ടിണി, തിരുരക്തം കിട്ടാത്ത പട്ടിണി. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ബോധ്യം മനസ്സിൽ വയ്ക്കാം. നമ്മുടെയും കുടുംബക്കാരുടെയും ലോകം മുഴുവൻ്റെയും സകല ശുദ്ധീകരാത്മാക്കളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഈശോയുടെ തിരുരക്തം നമുക്ക് പിതാവായ ദൈവത്തിന് കാഴ്ച കൊടുക്കാം. പരിശുദ്ധ ബലിയിൽ, പരിശുദ്ധ കുർബാനയിലേക്ക് ഓടിയണയുക. ഒരു കുർബാന ഇവിടെ മിസ് ചെയ്താൽ അത് എന്തുമാത്രം വിലയുള്ളതായിരുന്നു എന്ന് മരിച്ച് അന്ത്യവിധിയിൽ പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ വില. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈശോയുടെ തിരുരക്തത്തെ ധ്യാനിക്കാം. തിരുമുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരുരക്തം, തിരുമുഖത്തിലൂടെ ഒഴുകുന്ന തിരുരക്തം, തൃക്കരങ്ങളിലൂടെ, തിരുവിലാവിലൂടെ, തൃപ്പാദങ്ങളിലൂടെ ഒഴുകുന്ന തിരുരക്തം നമ്മുടെ ഭവനത്തിലേക്കും അതുപോലെ നമ്മുടെ അയൽവാസികളിലേക്കും ബന്ധുമിത്രാദികളിലേക്കും ലോകം മുഴുവനിലേക്കും ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ കോട്ട നമുക്ക് ചുറ്റെപ്പോഴുണ്ടാകട്ടെ. സകല പൈശാചിക ശക്തികളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഈശോയുടെ ഒരു തുള്ളി രക്തത്തിന് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആമേൻ.